നമസ്കാരം. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് 3 വർഷമായിരിക്കുകയാണ്. ഇനി ഈ യുദ്ധം അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന തീരുമാനത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ചൈനയ്ക്ക് സാധിക്കുമെന്നാണ് ട്രംപിന്റെ കണ്ടെത്തൽ. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നല്ല ബന്ധമാണെന്നും ട്രംപ് പറയുന്നു. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇങ്ങനെ പോയാൽ ശരിയാകില്ല, യുദ്ധം അവസാനിപ്പിച്ചേ മതിയാകൂ. ഷീ ജിൻപിങ്ങുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്നത്. വുഹാനിൽ നിന്നും കോവിഡ് പുറത്തു വന്നതോടെ ആ ബന്ധത്തിൽ ചില ഉലച്ചിലുകൾ സംഭവിച്ചിരുന്നുവെങ്കിലും പിന്നെ അത് ശരിയാകുകയായിരുന്നു. ഇരു രാജ്യങ്ങളും നല്ല ബന്ധത്തിലാണിപ്പോൾ. ചൈനയുമായി ഒത്തുപോകാനാണ് ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. ഒരുമിച്ച് പ്രവർത്തിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഷീ ജിൻപിങ്ങുമായുള്ള ഫോൺ സംഭാഷണത്തിനിടെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ചൈനയ്ക്ക് മേൽ 60% തീരുവ ചുമത്തുമെന്ന് ട്രംപ് സൂചന നൽകിയിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഷീ ജിൻപിങ്ങും ഉൾപ്പെടുന്ന ആണവവൽക്കരണ ചർച്ചകളെക്കുറിച്ച് ട്രംപ് സൂചന നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ പ്ലാനറ്റ് തന്നെ എന്ന അവിശ്വസനീയമായ കാര്യമെന്നായിരുന്നു ട്രംപിന്റെ പരാമർശം. ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഉടൻ കാണുമെന്നും ട്രംപ് പറഞ്ഞു. എനിക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഉടൻ തന്നെ പ്രസിഡന്റ് പുടിനുമായി കാഴ്ച നടത്തുക എന്നതാണ്. അത് സമ്പദ് വ്യവസ്ഥയുടെയോ മറ്റേതെങ്കിലും നിലപാടുമായോ ബന്ധപ്പെട്ട കാര്യമല്ല. ദശലക്ഷക്കണക്കിന് ജീവനുകൾ നഷ്ടപ്പെടുന്നത് നാം മുന്നിൽ കാണുന്നു. യുവാക്കൾ യുദ്ധകളത്തിൽ വെടിയേറ്റു വീഴുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. സമാധാനപരമായ ഒത്തുതീർപ്പ് ഉറപ്പാക്കാനുള്ള യുഎസിന്റെ ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സമാധാന ഉടമ്പടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അത് നിങ്ങൾ റഷ്യയോട് ചോദിക്കണമെന്നും ഉക്രൈൻ ഒരു കരാർ ഉണ്ടാക്കാൻ തയ്യാറാണ് എന്നുമായിരുന്നു ട്രംപിന്റെ മറുപടി. അതേസമയം ഉക്രൈനിലെ പരിഹാസ്യമായ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തയ്യാറാകണമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു.